പിന്നെ ഞാൻ തയ്ക്കാൻ പോകുന്നത് ഒരു ആലിയക്കട്ട് ചുരിദാറാണ്. ഇത് ടോപ്പിനുള്ള തുണിയാണ്. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അലിയ കട്ടിൻ്റെ ഒരു ടോപ്പാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചത് സ്റ്റിച്ച് ചെയ്യാൻ പോകണം. ഫസ്റ്റ് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ ചെറിയ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ലൈനിങ്ങിൽ വെച്ച് അടിച്ചെടുക്കും. ലൈനിങ്ങിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ പീസ് വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നല്ല തുണി വെച്ചിട്ട് നല്ല തുണീൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് അത് ഉള്ളിലേക്ക് വരുന്നത് ഇത് നല്ല വശം, എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കറക്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കട്ട് എന്നിട്ട് ഇതിങ്ങനെ ബാക്കി ചെയ്യുന്ന പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നെക്ക് ഇങ്ങനെ ചെറുതായി വെട്ടിട്ട് കൊടുക്കും. എന്നിട്ട് ഇതിങ്ങനെ മറച്ചെടുക്കാം. മറച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ കഴുത്ത് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ചുറ്റും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, അടിച്ചു കൊടുക്കാം സൈഡ്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗത്തേക്ക് വരുന്ന പ്ലീറ്റ് അടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ലൈനിങ്ങിൽ പ്ലീറ്റ് കൊടുക്കാം. ലൈനിങ് പ്ലീറ്റ് ഇടുന്നതിൻ്റെ മുന്നേ മെയിൻ തുണി നേരത്തെ ഭാഗത്ത് താഴെ വരുന്ന പീസ് മെയിൻ തുണിയിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ലൈനിങ് പ്ലീറ്റ് ഇട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ മെയിൻ തുണിയിൽ സ്റ്റിച്ച് ചെയ്യാം. കുഞ്ഞ് പ്ലീറ്റ് ആക്കിയതാണ്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് അടിച്ചിട്ടുണ്ട്. ലൈനിങ്ങും പ്ലീറ്റിട്ടടിച്ചു, മെയിൻ തുണി പ്ലീറ്റിട്ടടിച്ചു. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പാർട്ട്. അപ്പോൾ ബാക്ക് പാർട്ടും അതേപോലെ ചെറിയ പീസ് ഒട്ടി അടിച്ചിട്ട് ലൈനിങ്ങിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്ക് പീസിൻ്റെ വശം ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന പോലെ വെച്ചിട്ട് സെയിം ഫ്രണ്ട് അടിച്ച പോലെ തന്നെ കഴുത്ത് അടിച്ച് മറയ്ക്കാം. അപ്പോൾ നെക്ക് അടിച്ചിട്ട് സെയിം പോലെ തന്നെ കഴുത്തേക്ക് കട്ട് ചെയ്ത് വെക്കാം. സ്റ്റിച്ചിൽ തട്ടാതെ വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യും. നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കിൻ്റെ കഴുത്ത് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പോൾ കഴുത്ത് പതിച്ചടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് അടിച്ച് കൊടുക്കാം.
ഇനി അടുത്ത് സ്ലീവ് അടി മടക്കി വെച്ച് കൊടുക്കാം. ഇത് ഫുൾ സ്ലീവാണ്. സ്ലീവിൻ്റെ ഫ്രണ്ട് വശം വരുന്ന ഭാഗം കുഴിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡ് അടിക്കാം. അപ്പോൾ ചുരിദാറിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ അടി മടക്കി വെച്ച് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ അരി കടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല തുണീൻ്റെ അടിവശം മടക്കി വെച്ച് കൊടുക്കാം. അലിയ കട്ടിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. സംഭവം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.